ഇന്നത്തെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ എവിടേക്കല്ല, നമ്മുടെ സ്വന്തം ഇടുക്കി ജില്ലയിലെ വാഗമണ്ണ് കാൽവരി മോളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ സ്റ്റേ അടിക്കാനുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നത്. റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പോണേക്ക് മുമ്പ് യാത്രയെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പോണ വഴിയിലുള്ള യാത്രയാണ് ഈ കാണുന്നത്. കാരണം മഞ്ഞുകൊണ്ട് വെള്ള പുതച്ചിട്ടേക്കാണ് വാഗമണ്ണ്, മലനിരകളും കുന്നുകളൊക്കെ. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ അത്രയൊക്കെ അടിപൊളിയാണ്. കാരണം എന്ത് പറയുക, കണ്ടിട്ട് എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്ന അത്രക്കും ക്ലൈമറ്റാണ് കാണുന്നത്. കാരണം മഞ്ഞ് മൂടി മൊത്തത്തിൽ തണുത്ത് മരവിച്ച് നിൽക്കാറ്. കാരണം കിളി പറയുന്നതിൻ്റെ മേലിട്ട് കയറിയപ്പോൾ അത്രക്കും ക്ലൈമറ്റാണ്. ഞങ്ങൾ ഓരോ സ്ഥലത്ത് നിർത്തി ആണ് വണ്ടി പോയത്. കാരണം അത്രക്കും അടിപൊളിയാണ്. കൂടുതലിനെ പറ്റി വർണ്ണിക്കാമെന്ന് എനിക്കറിയാൻ പറഞ്ഞത്. പക്ഷെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അടിപൊളിയാണ്. ഇപ്പോൾ ഈ സ്കൂൾ കൂട്ടിയാകുമ്പോഴത്തേന് ഞങ്ങൾ പോയായിരുന്നു. അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടി ലേറ്റ് ആയിരുന്നു. അപ്പോൾ കണ്ടില്ല, മൊത്തത്തിൽ റോഡൊക്കെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. കാരണം രാവിലെ ഞങ്ങളൊരു 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്താൻ പാകത്തിനായി. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഒരു 7 മണി കഴിഞ്ഞിട്ട് ഫുള്ള് മഞ്ഞ് മൂടി പുതച്ചെടുക്കാം. ഞാൻ വാഗമണ്ണ് കയറി ലാസ്റ്റ് പൈൻമരത്തിലേക്ക് പോകാനുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ നേരെ പൈൻമരത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ളൊരു വെയിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയ വഴിയുണ്ട്. അതൊക്കെ അതിന് മുന്നിൽ മൊത്തത്തിൽ പൈൻമരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വാഗമണ്ണ് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ ക്ലൈമറ്റിൽ പോയി അവിടുത്തെ ഒരു ഇതങ്ങോട്ട് അറ്റൻഡ് ചെയ്താൽ ഒന്നും നോക്കണ്ട, നിങ്ങൾക്കത് മിസ്സാവില്ല. കാരണം നല്ല തണുപ്പുണ്ട്, നല്ല കോടയുണ്ട്, നല്ലോണം എൻജോയ് ചെയ്യാം. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇനിയിപ്പോൾ വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ നോക്കി കഴിഞ്ഞാൽ പറ്റില്ല, കാരണം കോടയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പൈൻ ഫോറസ്റ്റിൻ്റെ ഒക്കെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നൂർ രക്ഷയില്ല, അടിപൊളിയായിരുന്നു. കാരണം ഫുള്ള് മരവും അത് മൊത്തത്തിൽ മഞ്ഞ് മൂടി. ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ മഞ്ഞാണ്. അതാണ് ഒരു രക്ഷയില്ല. ഞങ്ങൾ ഒരു തവണ വന്നപ്പോൾ വെയിലൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ മഞ്ഞും കോടയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഇത്തവണ വന്നപ്പോൾ ഒരു രക്ഷയില്ലാന്നൊരു രക്ഷയില്ല. പൈൻ ഫോറസ്റ്റ് ഒക്കെ ചുമ്മാ വെള്ളം പുറച്ച് ഇതിനകത്ത് കിടക്കാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നനഞ്ഞ് കുതിർന്നെടുക്കുന്നുണ്ട്, അതിൻ്റെ ഫീൽഡില്ല. ആ തണുപ്പും കൂടി അടിക്കുമ്പോൾ ആ കാറ്റത്ത് അതൊരു വേറൊരു മൂഡ് തന്നെയാണ്. അത് ഇവിടെ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണാൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൂടുതലൊന്നും വർണ്ണിക്കാൻ അറിയാൻ പാടില്ല. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടാവുന്ന ഒരു ഫീൽഡില്ല, അത് വേറെ ഒന്നും തന്നെയാണ്. കാരണം തണുത്തിട്ട് ഒന്നാമത് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് കോട പുറച്ച് മൊത്തത്തിൽ നിൽക്കാണ്. അവന്മാരൊക്കെ ഫുള്ള് ജോലി ചെയ്യുന്ന നടക്കാണ്. അവന്മാർ കോട കണ്ടിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിയാലെന്നൊക്കെ പറയാ. ടെൻ്റ് ആണെങ്കിൽ എടുത്തില്ല. ഞങ്ങൾ ടെൻ്റ് എടുത്തെങ്കിൽ എന്തായാലും ഒരു സ്റ്റേ അടിച്ചിങ്ങനെ കിടക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ മരത്തിൻ്റെ അകത്തെ കാഴ്ച കണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇപ്പോഴത്തെ. അപ്പോൾ എന്തായാലും വരാത്തവരും പോയവരൊക്കെ എന്തായാലും മസ്റ്റായിട്ടും പോയി ഒന്ന് ക്ലൈമറ്റൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണം. അടിപൊളിയാണ്. കാരണം അവിടെ മഞ്ഞുണ്ട്, കോടമഞ്ഞുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് നമ്മുടെ കാൽവരി മോളിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ മഞ്ഞ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിഞ്ഞായിരുന്നു. എന്നാലും ഏകദേശം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അത് ഞങ്ങൾ ഏകദേശം കാൽവരി മോളിൻ്റെ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു കയറുന്നൊരു പാത. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി മേളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി ഡാമിലെ മുല്ലപ്പെരിയാറിൽ വെള്ളം മൂന്നായിട്ടില്ലേ, അതൊക്കെ കാണാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ മേളിൽ ഞങ്ങൾ റിസോർട്ട്, ഇതിൻ്റെ ടോപ്പിലായിട്ട് റിസോർട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം റൂമിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ തന്നെ 2 റിസോർട്ട് താഴെ മേളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിസോർട്ടിനാണ് അതിൻ്റെ പേര്. അപ്പോൾ എന്തായാലും വഴി പോകുന്നവർ എന്തായാലും റിസോർട്ടൊക്കെ ബുക്ക് ചെയ്താൽ നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. മേളിൽ വേണ്ടി നമുക്ക് അവിടെ കുരിശുമലയും വ്യൂ ഒക്കെ കാണാൻ പറ്റും. ആ ടോപ്പിൽ കാണുന്നത് കുരിശുമല. അപ്പോൾ ഞങ്ങളവിടെ വൈകുന്നേരം നമ്മൾ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ വന്ന് റെസ്റ്റ് എടുക്കാൻ നിർത്താൻ കുറച്ച് നേരം. അപ്പോൾ എന്തായാലും ഈ ക്ലൈമറ്റിൽ തന്നെ എല്ലാവരും വാഗമണ്ണ് കാൽവരി കൊണ്ട് വിസിറ്റ് ചെയ്താൽ. ഇനിയിപ്പോൾ അകത്തുനിന്നൊരു വ്യൂ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ അകത്ത് കയറി കഴിഞ്ഞാൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും. ഇത് രാവിലെ കാണാണെങ്കിൽ അടിപൊളി, നല്ല കോടയൊക്കെ പൊതിച്ച് മഞ്ഞൊക്കെ പൊതിച്ച് ഒരു രക്ഷയില്ല. അപ്പോൾ കണ്ടില്ല, ഇതാണ് ഞങ്ങൾ കിടക്കുന്ന റിസോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയുക, പിന്നെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. വിശദീകരിക്കാൻ എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രാവിലെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു രക്ഷയില്ല, ഫുള്ളിങ്ങനെ മൂടി കിടക്കും, ഒന്നും കാണാൻ പറ്റില്ല രാവിലെയൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ ഒരു ഏകദേശം സമയമുണ്ടാകും. ഇതാണ് അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിലേക്കുള്ള വെള്ളം. അതാണ്.